മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാത്തവരുടെ ജീവിതം ദാരിദ്ര്യത്തിലെത്തിപ്പോകുമെന്ന് ഇമാമിങ്ങൾ പറയുന്നത് കാണാം. അവരുടെ ജീവിതത്തിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. എല്ലാ നിസ്കാര ശേഷവും നമ്മൾ ദുആ ചെയ്യണം. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലല്ലോ. നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഇന്ന് ടോയ്ലറ്റിൽ പോയാല് ഇടത്തേക്ക് കൊണ്ടാണല്ലോ നജസ് തൊടേണ്ടി വന്നത്. വെള്ളം വലത്തേക്ക് കൊണ്ടൊക്കെ അടിച്ചാൽ പോലും അല്ലേ, കാഷ്ടവും മൂത്രമൊക്കെ ടച്ച് ചെയ്യേണ്ടി വന്ന ഇടത്തേക്ക് കൊണ്ടേ തൊടുള്ളൂ. നമ്മളെ കാഷ്ടവും മൂത്രവും വലത്തേക്ക് കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉമ്മയായിരിക്കും. ഉമ്മാക്കെന്ത് വലത്തേക്ക്, ഉമ്മാക്കെന്ത് അടുത്തേക്ക്. പാവം പച്ച സാധു, അവർക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. യൂട്യൂബിൽ കയറിയിട്ട് ഉമ്മാനെ കുറിച്ചിട്ടുള്ള വയല് കേട്ടിട്ട് കരീനേക്കാൾ ബുദ്ധി എന്താ നല്ലതെന്നറിയാം? ഉമ്മ ഉള്ള കാലത്ത് ചിരിപ്പിക്കലാണ്. മരിച്ചിട്ട് കുറെ ടെൻഷൻ ആകുന്നതിനേക്കാൾ നല്ലത് ഹദീസിൽ കാണാം. ഒരു സഹാബി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞ്, ഞാനും തങ്ങളൊന്നിച്ച് ഹിജറക്കും ബൈഅത്തിനൊക്കെ ആയിട്ട് വന്നതാ, സമരത്തിനും ഹിജറൊക്കെ ആയിട്ട്. എൻ്റെ വേർപാടിൽ വഹുമാ യബ്കാൻ, എൻ്റെ ഉപ്പിയമ്മയും കരയാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, സെക്ടർ മീറ്റിംഗും ഡിവിഷൻ മീറ്റിംഗ് അല്ല, പിന്നെ ആദ്യം ഉമ്മാക്ക് ഗുളിക വാങ്ങി കൊടുത്തിട്ട് വാ, വേണ്ട അലഹിക്കുഹുമാ കമാ അബ്കൈതഹുമാ, കരയിപ്പിച്ചില്ല നീ, പോയി ചിരിപ്പിച്ചിട്ട് വാ ബാക്കി. എന്നിട്ട് നമ്മളോട് ഉമ്മ പറയാണ്, ഉമ്മാക്ക് എന്തോ പേടിയാന്ന് മോൻ, ഇന്ന് രാത്രി എന്തോ ലൈറ്റെല്ലാം ഇടക്കിടയിൽ പോകുന്നുണ്ട്, നല്ല മഴയാണ്, നീ ഇന്ന് പള്ളിയിൽ പോകണ്ട, ഇന്ന് ഉമ്മാന്റെ കൂടെ ജമാഅത്താക്കി നിസ്കരിച്ചോ മോന്. 26 ആവല്ലേ എന്നൊന്നും ഡയലോഗ് കേൾക്കാൻ പറ്റില്ല. ഉമ്മ എന്താ പറയണ അതിനനുസരിച്ച് ചെയ്താൽ മതി. കണ്ട, ഉമ്മാക്ക് അത്രയും സ്ഥാനമുണ്ട്. അവർക്ക് ദ്വാ ഇറക്കണം. അവർക്ക് ദ്വാ ഇല്ലെങ്കിൽ പിന്നെന്തിനാ നമുക്ക് നാവ്? ആ ഉപ്പക്കുമ്മക്കല്ലേ നമ്മൾ ദ്വാ ഇറക്കേണ്ടത്. നമുക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടു അവര്. നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം ഉമ്മാക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞിനാ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടോ? പോയാൽ തന്നെ നമ്മൾ തിരക്കഭിനയിക്കൂലേ? മറ്റേയാളില്ലേന്ന് ചോദിക്കൂലേ? 8 മക്കളെ ഒരു വിഷമവും ഇല്ലാണ്ട് ഉമ്മ പോറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റ ഉമ്മാനെ ഈ 8 മക്കൾക്ക് പോറ്റാൻ കഴിയണില്ലല്ലോ. ഗൾഫിൽ നിന്ന് വിളിച്ചു പറയും പെങ്ങളോട്, അടനെ താമസിപ്പിച്ചോ, പൈസ എന്താന്ന് വെച്ചാ അച്ചരാ. പിന്നെ നമ്മളെ വീട്ടിലാകുമ്പോ ഓക്ക് തീരി പിടിക്കൂലോ, എന്തിനാടാ ഈ പെൺകൂസനായി ജീവിക്കണത്. അങ്ങനെ ഉണ്ടാവുമല്ലോ ചില ആൾക്കാര്.